ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻസൈറ്റി ഡിസോർഡർ ആൻഡ് ഹോമിയോപ്പതി ഇമ്പോർട്ടൻസ് ഇൻ ആൻസൈറ്റി ഡിസോർഡർ. പറഞ്ഞത് ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഈ ഉത്കണ്ഠയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ എന്ത് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് നാളെ എന്താവും എന്നുള്ളൊരു ഉത്കണ്ഠ എല്ലാവർക്കും നോർമലായിട്ടുണ്ട്. പക്ഷെ ഈ ഉത്കണ്ഠ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുകയും അത് നമുക്ക് ഒരുപാടായിട്ടുള്ള ഡിസ്റ്റർബൻസ് കോസ് ചെയ്യും. ആവശ്യമില്ലാത്ത പേടി, അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്, ഇതൊക്കെ വന്നിട്ട് ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇത് വരാനായിട്ടുള്ള പൂർണ്ണമായിട്ടും ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, സ്ട്രെസ്, അതായത് ഒരുപാട് ജോലി ഭാരം കാരണം, അല്ലെങ്കിൽ ഒരുപാട് വർക്ക് കാരണം, അല്ലെങ്കിൽ പഠിത്തത്തിലാണെങ്കിലും ഒരുപാടായിട്ടുള്ള വർക്ക് ലോഡ് കാരണമൊക്കെയാണ് സ്ട്രെസ് വരുന്നത്. ഈ സ്ട്രെസ് കാരണം ഉറക്കക്കുറവും അതുപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ്, പേടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ചുമ്മാ ഇനിയും കുറെ സമയമുണ്ട്, എടുക്കുന്ന കാര്യത്തിനെ പറ്റി ആവശ്യമില്ലാതെ ആലോചിച്ച് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ട്രോമ, അതായത് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് കാരണവും ആൻസൈറ്റി ഡിസോർഡർ വരാം. മൂന്നാമത്, എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻസ് കാരണവും ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നാലാമത്, നമ്മുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കാരണവും നമുക്ക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരാം. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാനേജ്മെന്റ്സിലൊക്കെ നമുക്ക് ഇതിനൊരു എന്താ പറയുക, ഒരു കുറവ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സാധനം മാത്രം 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കാതെ, ഇപ്പൊ പഠിക്കുകയാണെങ്കിലും പഠിക്കുമ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ പഠിക്കുക, അരമണിക്കൂർ പറഞ്ഞ് ഒരു 1-2 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഫോൺ നോക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും ഫോണാണ് യൂസ് ചെയ്യുന്നത്, അതല്ല അർത്ഥം. റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഒന്ന് പുറത്തു പോയി നടക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി കുറച്ച് കാറ്റൊക്കെ കൊള്ളുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളെ ഒന്ന് ഓക്കെ ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ സമയം അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് മാറുക. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡേ ബെറ്റർ, യോഗ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസൈറ്റി ഡിസോർഡറിനെ നമുക്ക് നല്ലതുപോലെ അങ്ങ് മാറ്റി നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഡയറ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഇപ്പോഴത്തേക്ക് ഫാസ്റ്റ് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട്, ഓക്കെ, ആഗ്രഹം കാണും, ആ ഒരു ആഗ്രഹം കാണുന്ന ഒരു 1-2 തവണ കഴിക്കുക, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡേയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ഫുഡ് കൺസ്യൂം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കുറച്ച് സമയം ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ മാറും. ഇനി ട്രീറ്റ്മെന്റ്സ്, ഹോമിയോപ്പതിയിൽ ആൻസൈറ്റി ഡിസോർഡറിന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അതായത് പേടി എന്ന ഘടകം നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഇത് ബാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഹോമിയോപ്പതിയിൽ ഓരോ ആൾക്കാരുടെയും മൈൻഡ് വെച്ചിട്ട് അവരുടെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് മെഡിസിൻസ് ഉണ്ട്. അക്കോണൈറ്റ്, നാട്രമ്യൂർ, അജനം നൈട്രിക്കം തുടങ്ങിയ ഒരുപാട് മെഡിസിൻസിന് കുറെ സിംറ്റംസ് കവർ ചെയ്യും. അങ്ങനത്തെ മെഡിസിൻസ് അവരുടെ സിംറ്റം, ഒരു ഇൻഡിവിജ്വലിനെ കവർ ചെയ്യുന്ന സിംറ്റംസ് വെച്ചിട്ട് ആ മെഡിസിൻ കൊടുക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഈ ആൻസൈറ്റി ഡിസോർഡർ എന്നൊരു അസുഖം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി. സോ ഇപ്പോഴത്തെ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലവ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. അതായത് നമ്മളെ തന്നെ മുഖമൊന്ന് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അതൊരു ഷെഡ്യൂൾ വയ്ക്കാം. ഒരു ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ബേർഡൻ ആയിട്ട് തീരത്തില്ല. അത് സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് വർക്ക് ലോഡ് എന്ന് അവരുടെ മനസ്സിലത് ഒരു വർക്ക് ലോഡ് ആകുന്നത് അതൊരു ഷെഡ്യൂളായിട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ്. ഒന്ന് ഷെഡ്യൂളായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അതൊക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുകയും ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയുക.
ഒന്ന് മൈൻഡിലേക്ക് വെച്ചോണ്ടിരിക്കണം. ബിക്കോസ് മൈൻഡിൽ അത് കൂടുതലായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡി അത് നന്നായിട്ട് ബാധിക്കുകയും നമുക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെ till then, it's my talk with Dr. Aditya signing off. Thank you.